വണക്കം. എന്ത് തന്നെയല്ലാലും നമ്മുടെ ഷാജൻ സ്കറിയ സാർ ഇപ്പോൾ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തുവിട്ട ഒരു വീഡിയോയിൽ അദ്ദേഹം സമസ്ത അപരാധവും ഏറ്റു പറഞ്ഞുകൊണ്ട് മാപ്പ് പറയുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഈ കെണ്ടാന്തരം പിടിച്ചവന്മാർക്ക് വേണ്ടി വാദിച്ച എന്നോട് കേരള സമൂഹമേ പൊറുക്കണേ എന്നാണ് ഇദ്ദേഹം തൻ്റെ വീഡിയോയിലൂടെ സമസ്താപരാധവും ഏറ്റു പറഞ്ഞുകൊണ്ട് കേരളക്കരയ്ക്ക് മുമ്പിൽ കമന്നടിച്ചു വീണിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്ന് അദ്ദേഹം ഒരു വലിയ വെളിപ്പെടുത്തലുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു സംഭവം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? പറയൂ. ഈ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, അവന്മാർ കേരളത്തിനെ ഇസ്ലാമികവൽക്കരിക്കാൻ നടക്കുകയാണ്. ആണാ എന്നായിരിക്കും ചിലപ്പോൾ നാട്ടുകാർ മൊത്തം പറഞ്ഞു കാണുക. ഇതിനു മുമ്പ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു പോസ്റ്റ്, അത് ഞാനെടുത്ത് വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം കൂടെ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇട്ടൊരു പോസ്റ്റ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭാഗ്യമാണ് എന്നാണ് നമ്മുടെ ഷാജൻ സ്കറിയ സാറ് സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു പോസ്റ്റ് എന്ന് പറയുന്നത്. എന്തായിരുന്നാലും പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് തിരുത്തി പറയാനൊരു മടിയുമില്ലാത്തൊരു മനുഷ്യനാണ്. ഈ ജേർണലിസ്റ്റുകളിലെ അഖിൽ മാരാറാണ് ഷാജൻ സ്കറിയ സാർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അഖിൽ മാരാർ നമുക്കറിയാമല്ലോ, ഇന്നൊരു കാര്യം പറയും, നാളെ ആകുമ്പം അത് തിരുത്തി പറയും. ഒരു നാണവും മാനവും ഇല്ലാതെ തിരുത്തി പറഞ്ഞുകളി. സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോട് അഭിമാനവും ഒരു അസൂയയാണ്. കാരണം എനിക്കൊന്നും ഈ ഒരു ഗുണം കിട്ടുന്നില്ലല്ലോ ഈശ്വര. ഞാനൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടാതെ കിടക്കുന്നതിൻ്റെ കാരണമേ ഇങ്ങനൊരു ഗുണം എനിക്കില്ലാത്തത് കൊണ്ടാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഇങ്ങനൊരു ഗുണം ഉള്ള ആൾക്കാർ, പല ആൾക്കാരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് ഒരാളെ പൂജ തെറി പറയുക, അതിനുശേഷം അയാളെ മുമ്പിൽ ഇളിച്ച് കൊണ്ട് ചെന്ന് നിന്ന് അയാളെ തെറി മുഴുവൻ കേട്ട് അയാളെ കാലു പിടിക്കുക. ഇങ്ങനൊരു എനിക്ക് എൻ്റെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. കാര്യത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ ഗൈസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്ന കാര്യത്തിൻ്റെ ഇടയിൽ കൂടെ കോൺഗ്രസിൻ്റെ മഹാസാഗരത്തിൽ നിങ്ങളൊന്ന് നീന്തി തുടിച്ചോളൂ, ഞാൻ ആ സൈഡിൽ നിന്നൊരു ചൂണ്ട ഇട്ടോട്ടെ എന്ന് പറഞ്ഞ് ചെറിയാൻ ഫിലിപ്പ് കാട്ടിക്കുട്ടിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? നമ്മുടെ ബിന്ദു കൃഷ്ണ കയറി വരുമ്പോൾ ചാടി പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു, ബിന്ദു കൃഷ്ണ കുതറി മാറാനായിട്ട് ശ്രമിക്കുന്നു. സുരേഷ് ഗോപി വല്ലതും ആയിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. ബിന്ദു കൃഷ്ണ കുതറി മാറി അവസാനം KPCC അല്ല ഇന്ദിരാഭവനകത്തേക്ക് കയറി ഓടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും അത് കഴിഞ്ഞ് അങ്ങനെ പ്ലിങ്ങി നിൽക്കുന്ന മുഖം നമുക്കൊന്ന് കാണണമായിരുന്നു. നല്ല രസമായിരുന്നു. എന്തായാലും കാര്യത്തിലേക്ക് വരാം. വി ഡി സതീശനാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ചുമ്മാ പറയല്ല, ഹീ ഈസ് എ ഡേഞ്ചറസ് മാൻ. അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു തലവേദനയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പൊളിറ്റിക്കൽ ഇസ്ലാം വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഷാജൻ സ്കറിയ സാറിൻ്റെ കണ്ണ് തള്ളിപ്പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഷാജൻ സ്കറിയ സാറ് ചോദിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഷാജൻ സ്കറിയ സാറിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാത്തവന്മാരാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിലുള്ളത്. പിണറായി വിജയൻ ഷാജൻ സ്കറിയ സാറിനെ എന്ത് ചെയ്തു? വല്ലാതെ അങ്ങ് പീഡിപ്പിച്ചു, അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിടാനുള്ള ശ്രമമൊക്കെ നടത്തി. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ സഖാവ് ചെയ്തു. പക്ഷേ വി ഡി സതീശൻ കയറിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്നുള്ളത് കൃത്യമായി നമ്മുടെ ഷാജൻ സ്കറിയ മനസ്സിലാക്കി. അതിൻ്റെ ഒരു സൂചനയും അദ്ദേഹം തന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, തെരുവിലേക്ക് അവരിറങ്ങി വലിയ തെരുവ് യുദ്ധം നടത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഈ വി ഡി സതീശനും KC വേണുഗോപാലും പിന്നെ രമേശ് ചെന്നിത്തലയുടെ കാര്യം പശുവും ചത്ത് മോരിലെ പുളിയും പോയി. എന്നിട്ടാണ് അങ്ങേര് ഇപ്പോഴും മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹമാണ് ഏറ്റവും യോഗ്യൻ. പക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ ഗെയിമിൽ നിന്ന് അദ്ദേഹം ഔട്ടായി. KC വേണുഗോപാലും വി ഡി സതീശനും തമ്മിലുള്ള ഗെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആരാ ജയിക്കാൻ പോകുന്നത്? അൺഡൗട്ടഡ്ലി KC വേണുഗോപാലാണ് ഇതിൽ ജയിക്കാൻ പോകുന്നത്. യാതൊരുവിധ സംശയവും അതിൽ ആർക്കും വേണ്ട എന്നുള്ളതാണ്. അപ്പോഴാണ് വി ഡി സതീശൻ കയ്യൂക്കിൻ്റെ ബലത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. പിന്നെ LKG പിള്ളേർ പോലും കേട്ടാൽ വിശ്വസിക്കാത്ത കുറേ തറ കഥകളുമായിട്ട് എത്തിയിരിക്കുകയാണ്. വി ഡി സതീശൻ നേരെ ഡൽഹിയിലേക്ക് എത്തുന്നു. ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ഒരു വണ്ടി ആൾക്കാർ വന്ന് നിൽക്കുന്നു. അവിടെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പോ നിറച്ച് ആൾക്കാർ വന്നിരിക്കുന്നു. ആ ടെമ്പോ നിറച്ച് വന്നിരിക്കുന്ന ആൾക്കാർ ആ ടെമ്പോയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് വി ഡി സതീശൻ ജയ് വിളിക്കുകയും KC വേണുഗോപാലിനെ തള്ളക്കി വിളിക്കുകയും ചെയ്യുകയാണ്. ഉടനെ മാധ്യമങ്ങൾ ഓടി അവരുടെ അടുത്ത് പോയി വൈറ്റ് വെച്ചാൽ അവർ പറയുന്നത് നമ്മൾ ജമ്മു കാശ്മീരിൽ പോയിട്ട് വരികയായിരുന്നു. ജമ്മു കാശ്മീരിൽ പോയിട്ട് വന്നപ്പം ഇവിടെ എന്തോ ഒരു ബഹളം കേട്ട് നമ്മൾ ഇറങ്ങി നോക്കിയപ്പോൾ അതാ നിൽക്കുന്നു വി ഡി സതീശൻ. അത് നമുക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതമായി. കൊച്ചു പിള്ളേരെ വരെ കൊണ്ടുവന്നിട്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്നൊക്കെ പറയുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്ത് തന്നെയായിരുന്നാലും വി ഡി സതീശൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇതിൻ്റെ ഇടയിൽ നീയൊക്കെ എന്തിനാണ് ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് വലിച്ചു കീറുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത്. പാവം ചാണ്ടി ഉമ്മൻ നമ്മൾ ജയിച്ചപ്പ എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് നിന്ന് വലിയ ഷോ ഒക്കെ കാണിച്ചതാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് വലിച്ചു കീറി. എടാ നിനക്കൊക്കെ എന്തിൻ്റെ കേടടാ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സൊക്കെ വലിച്ചു കീറാൻ? ജീവനില്ലാത്തത് ഭാഗ്യാട്ടാ.
എനിക്ക് മനസ്സിലാവുന്നില്ല. പിണറായി വിജയൻ ഇറങ്ങിക്കഴിഞ്ഞാൽ 6 മാസത്തിനകം കേരളത്തിലെ ജനങ്ങളെല്ലാം വിഷമിക്കും എന്ന് പറഞ്ഞവരെ കൊണ്ട് 6 ദിവസത്തിൽ വിഷമിപ്പിച്ച് കാണിക്കുന്നുണ്ട് ഇവന്മാർ എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇന്ന് കുറേ മണ്ടന്മാരി കയറുന്ന് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം. AICC ജനറൽ സെക്രട്ടറിക്ക് നമുക്ക് എന്ത് ചെയ്യാം? കത്തയക്കാം, VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ്. എടാ AICC ജനറൽ സെക്രട്ടറി KC ആടാ, KC. നീയൊക്കെ അവിടെ മെയിൽ അയച്ചു കഴിഞ്ഞാൽ ആദ്യം എടുത്ത് കാണുന്നത് അങ്ങേരായിരിക്കും. അങ്ങേര് ചുരുട്ടി കൂട്ടി സൈഡിലോട്ട് എടുത്തിടും. ഇതുപോലും അറിയാത്ത മണ്ടന്മാരാണല്ലോ ഈ പാർട്ടിക്കകത്തുള്ളത്. എന്തായാലും അടുത്ത 5 കൊല്ലം കണ്ടന്റിനൊരു കുറവും കാണൂല, പൂര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇത്തിരി പോലെ സ്റ്റാൻഡേർഡ് കുറവായിരിക്കും, അത് വേറൊരു കാര്യം. അത് പിന്നെ അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് യാതൊരുവിധ സ്റ്റാൻഡേർഡും ഇല്ല. പെണ്ണുകേസൊക്കെ വന്നാൽ പൊളിക്കും, പക്ഷെ നാറും, അത് വേറൊരു കാര്യമാണ്. എന്ത് തന്നെയായിരുന്നാലും അങ്ങനെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കം. പാർലമെന്ററി പാർട്ടി യോഗം നടന്നു കഴിഞ്ഞ ശേഷം KC വേണുഗോപാലിനാണ് ഏറ്റവും അധികം വോട്ട് കിട്ടിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് KC വേണുഗോപാലിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത്? നിങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. KC ആണ് പാർട്ടിക്കുള്ളിൽ ശക്തൻ. രാഹുൽ ഗാന്ധി ഇരിക്കണം, എണീക്കണം, എപ്പോൾ നടക്കണം, ഉറങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്ന KC ആണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാർട്ടിയുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നോക്കുന്നത് KC ആണ്. KC സാമ്പത്തിക ഇടപാടുകളൊക്കെ നോക്കുന്നു എന്നുള്ളത് മാത്രമല്ല, KC എന്ന് പറയുന്ന വ്യക്തി ഫണ്ട് ഇറക്കുന്നുണ്ട്. ഫണ്ട് ഇറക്കുന്നവനാണ് കിങ്. ആ ഫണ്ട് ഇറക്കുന്നവന് എന്താണ്, കൃത്യമായി ഫണ്ട് ഇറക്കുന്നവൻ്റെ കൂടെ MLA നിൽക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അറിയാമോ, നമ്മുടെ ലൂസിഫർ നമ്മൾ കണ്ടിട്ടില്ലേ? ലൂസിഫറിൽ മണപ്പാട്ടിലാണ് ഫണ്ട് ചെയ്യുന്നത്. ഈ മണപ്പാട്ടിൽ ഫണ്ട് ചെയ്തിട്ട് പൈസ തയ്യുന്നില്ല, അതുകൊണ്ടാണ് അവന്മാർ ഡ്രഗ്സ് ഇറക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലായില്ലേടേ? അപ്പോൾ ഡ്രഗ്സ് ഇറക്കുമ്പോൾ ആ ഡ്രഗ് മാഫിയക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. സിനിമയാണ്, കഥയിലല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് ഫണ്ട് ആരിറക്കുന്നു അവരുടെ കൂടെ നമ്മൾ നിൽക്കും. അതിപ്പോൾ ഞാനൊരു കോടീശ്വരനാണെങ്കിൽ ഞാൻ ഫണ്ട് ഇറക്കി എൻ്റെ കൂടെ നിൽക്കും, അത്രയേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ KC ആണ് ഫണ്ട് ഇറക്കുന്നത്. പിന്നെ KCക്ക് ഭരണവൈദഗ്ധ്യവുമുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. VD സതീശന് ഭരണവൈദഗ്ധ്യം, ഞാൻ പറയട്ടെ, എൻ്റെ ഒരു മനസ്സിൽ VD സതീശനെ കൂടിപ്പോയ ഒരു ധനകാര്യമന്ത്രിയാക്കാനായിട്ട് കൊള്ളാം VD സതീശനെ. പിന്നെ മുസ്ലിം ലീഗ് അതിഭീകരമായിട്ട് VDയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്തോ കോൺസ്പിറസി ഉണ്ടെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കോൺസ്പിറസി കാണാതിരിക്കില്ല. പച്ചയാണ് വലിയ രീതിയിലുള്ള ഡാമേജുകൾ പാർട്ടിക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും വേണ്ട. എന്തായാലും KC വേണുഗോപാൽ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ സന്ദീപ് വാര്യരെ തള്ളക്കി വിളിച്ചുകൊണ്ട് മുസ്ലിം ലീഗുകാർ കുറേ എണ്ണം രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പാർലമെൻ്ററി പാർട്ടി യോഗം കഴിഞ്ഞ് മറ്റേ പുള്ളിക്കാരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ കോൺഫിഡൻഷ്യൽ രേഖയാണ് കയ്യിൽ നല്ല തുറന്ന് മലത്തിയിട്ടുകൊണ്ട് വന്നത്. അതിൽ 64 എനിക്കൊന്ന് 63 പേരെന്തോ ജയിച്ചു വന്നു INC-ന്ന്. ഈ 63 പേരിൽ ആദ്യത്തെ പേര് അണ്ണൻ്റെ പേരാണ്. അണ്ണൻ്റെ പേര് എഴുതി വെച്ചിട്ട് സന്ദീപ് വാര്യർ പ്രിഫറൻസ് ആർക്ക്, KC എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ്. ഈ KC എന്ന് പ്രിഫറൻസ് ഇട്ടതോടുകൂടി തൃക്കരിപ്പൂരിലെ പാർട്ടി പ്രവർത്തകരെല്ലാം കൂടെ കയറി അങ്ങ് തിരിഞ്ഞു. തൃക്കരിപ്പൂരിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ കയറി തിരിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, തള്ളക്കി വിളി എന്നൊക്കെ പറഞ്ഞാൽ പുളിച്ചതെറി, അമ്മാതിരി പുളിച്ചതെറിയാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിയെ ചുമന്നത് തന്നെ അബദ്ധമായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവർ രംഗത്തെത്തുന്നുണ്ട്. VD സതീശൻ സന്ദീപ് വാര്യരെ നിന്നെ തൃക്കരിപ്പൂർ കൊണ്ടുവന്നപ്പോൾ KC അനുകൂലികൾ പറഞ്ഞത് നിന്നെ അവിടെ വേണ്ട എന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഘടാഘടിയനായിട്ടുള്ള ഫേസ്ബുക്ക് എസ്സേകളൊക്കെ ഇവർ ഇറക്കുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം മുഴുവൻ VD സതീശനാണ് സപ്പോർട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ KC വേണുഗോപാലായിരിക്കും മുഖ്യമന്ത്രി. നിങ്ങൾ എന്താണ് ഈ വിചാരിച്ചിരിക്കുന്നത്? ഈ പാർട്ടിയെ പറ്റി കുത്തിത്തിരിപ്പുണ്ടാക്കാമെന്ന് വിചാരിക്കില്ല കേട്ടോ, എങ്കിലും പറയാം. അതായത് കർണാടകയിൽ ആരായിരുന്നു നയിച്ചത്? കർണാടകയിൽ DK ശിവകുമാറല്ലേ നയിച്ചത്? മുഖ്യമന്ത്രിയായപ്പോൾ ആരായി? സിദ്ധരാമയ്യായി. എന്നിട്ട് അന്തസ്സായിട്ട് അവരവിടെ ഭരിക്കുന്നില്ലേ? DK ശിവകുമാർ അവിടെ നിന്ന് BJP-യിലേക്ക് പോകുമെന്ന് പലരും പറഞ്ഞു. പോയോ? ഇല്ല. അതാണ് പാർട്ടി പ്രവർത്തകനായിട്ടുള്ള DK ശിവകുമാർ. ഇനി നേരെ രാജസ്ഥാനിലേക്ക് നോക്കുക. അവിടെ സച്ചിൻ പൈലറ്റ് അല്ലേ അവിടെ നയിച്ചത്? എന്നിട്ട് മുഖ്യമന്ത്രിയായപ്പോൾ ആര് മുഖ്യമന്ത്രിയായി? അശോക് ഗെഹ്ലോട്ടിനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയില്ലേ? എന്നിട്ട് സച്ചിൻ പൈലറ്റ് എവിടെ പോയി? എന്നിട്ട് സച്ചിൻ പൈലറ്റ് വല്ലതും പറഞ്ഞോ? ഇല്ല. അതുപോലെ KC വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും. VD സതീശൻ നയിച്ചവൻ അങ്ങോട്ട് മാറിയിരി എന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. അത് ഈ പാർട്ടിയുടെ പാരമ്പര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. എന്ത് തന്നെയായിരുന്നാലും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, KC വേണുഗോപാലിനെ എങ്ങാനും മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ, VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ഇന്ദിരാഭവന് മുമ്പിൽ വന്ന് മുണ്ടുപൊക്കി കാണിക്കും എന്ന് പറഞ്ഞിരുന്നു. സംഭവം സത്യമാണ്. ആ രീതിയിലോട്ടൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. എന്തായിരുന്നാലും ഇനി ആരും മുഖ്യമന്ത്രിയാകും എന്ന് യാതൊരുവിധ പിടിയില്ല. രമേശ് ചെന്നിത്തല ഔട്ടായി. യാതൊരുവിധ പിടിയില്ലാത്ത സാഹചര്യത്തിൽ ഇതുവരെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനിടയിലാണ് നമ്മുടെ ഷാജണ്ണൻ്റെ കരഞ്ഞ് നിലവിളിയും കൂടെ പുറത്തു വന്നിരിക്കുന്നത്. ശരി.